നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗിരി, ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഇങ്ങനൊരു വ്രതം എടുക്കേണ്ടി വന്നൊരു തോന്നല് ഗിരിക്കുണ്ടോ? അങ്ങനെ സുമിക്ക് എന്നെ നിർബന്ധിക്കാൻ തോന്നിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു വഴി ചിന്തിക്കുക പോലുമില്ലായിരുന്നു. അത് സത്യം തന്നെയാ. സ്വന്തം ആരോഗ്യം പോലും ശ്രദ്ധിക്കാതെ അവനവന്റെ മനസ്സിന്റെ മേൽ പോലും യാതൊരു നിയന്ത്രണവും ഇല്ലാതെയാണ് എന്റെ ജീവിതം ഇതുവരെ മുന്നോട്ട് പോയതെന്ന് എനിക്കറിയാം. ആ പോക്ക് എന്റെ നാശത്തിലേക്കായിരുന്നു എന്നും അറിയാം. സുമി എന്നെ നിർബന്ധിച്ച് ഇങ്ങനെ ഒരു ഘട്ടത്തിൽ കൊണ്ടെത്തിച്ചതിന് എനിക്ക് സുമിയോട് ഒന്നു മാത്രമേ പറയാനുള്ളൂ. താങ്ക്സ് സുമി. ഗിരി, അതെ, സുമി വർത്താനം പറഞ്ഞോണ്ടൊന്നും നടയടക്കണ്ട. വാ പോവാ. ഗിരിധർ, നക്ഷത്രം കാർത്തിക. മാലയിട്ടോളൂ. സ്വാമിയേ ശരണം. സ്വാമിയേ. സ്വാമിയേ അയ്യപ്പ. സ്വാമിയേ ശരണം. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. അല്ല, നീ ആരെയാ സുമിയെ നോക്കുന്നേ? അത് നേരത്തെ ഒരു മിന്നായ പോലെ കണ്ടിട്ട് മണി ഇത് എവിടെ പോയാ മറഞ്ഞത്? ഞാൻ ഇപ്പൊ കൂടി ആലോചിച്ചതേ ഉള്ളൂ. ഇവനെയായിരുന്നു ഞാൻ നോക്കിയത്. ആഹാ, നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? ആ പിന്നെ നമ്മൾ ഫ്രണ്ട്സ് അല്ലേ അങ്കിളെ? എന്തേ അച്ഛൻ മാലയിട്ടോ? അച്ഛനിന്ന് വ്രതം തുടങ്ങിയതേ ഉള്ളൂ. ആഹാ, അപ്പൊ മോനും പോകുന്നുണ്ടോ ശബരിമലയ്ക്ക്? ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ മുതൽ പോവാറുണ്ടല്ലോ. അച്ഛനെയും കൂട്ടി മോൻ ഒരു ദിവസം വീട്ടിലോട്ട് വാ. വരാം. അതിന് മണിക്ക് ഞങ്ങളെ വീടറിയില്ലല്ലോ. അതൊക്കെ എനിക്കറിയാം. ആഹാ. അയ്യോ ഇടല്ലേ. മാലയിട്ട സ്വാമിമാരെ ചെരുപ്പിടാൻ പാടില്ല, അതറിയില്ലേ? ഓ ശരി കേട്ടോ, ഇത് പിടിക്ക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ നാട്ടിൽ വരുന്നത് വരെ മനസമാധാനത്തോടെ ജീവിച്ചോണ്ടിരുന്നേ ഞാൻ. ചെറുപ്രായത്തിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ജോലി, ശമ്പളം, വലിയ കടബാധ്യതകളൊന്നുമില്ല. ജീവിതം പ്രശാന്ത സുന്ദരവാ. കുടുംബശ്രീ ഹോട്ടലിൽ എന്ന് കാലെടുത്ത് കുത്തിയോ അന്ന് തുടങ്ങി എന്റെ ജീവിതത്തിലെ ശനിദശ. ഞാൻ ആ വീട്ടിലെ മൂത്ത കുട്ടിയെ സ്നേഹിച്ചു, ശരിയാ, എന്റെ തെറ്റാ. എനിക്കൊപ്പം സംസ്കാരമോ വിദ്യാഭ്യാസമോ വിവരമോ ഇല്ലാത്തവരാണെന്ന് കരുതി ഒരു കല്യാണത്തിലേക്കൊന്നും എത്താതെ ഇട്ടിട്ട് പോകേണ്ടതായിരുന്നു. എന്നെ കൊണ്ടത് സാധിച്ചില്ല. അവിടെ താനാ എന്നെ കുടിക്കിയത്. ചാരികയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ട് വന്നതും എന്നെ കൊണ്ട് താലി കെട്ടിച്ചതും ഒക്കെ. ഒന്നിച്ച് ജീവിച്ചു തുടങ്ങിയപ്പോ മനസ്സിലായി ചേർച്ചക്കുറവുകൾ ഒരുപാടുണ്ടെന്ന്. എന്നിട്ടും വിട്ടുവീഴ്ചകൾ ഒരുപാടുണ്ടായി എന്റെ ഭാഗത്തുനിന്ന്.
ഒരിക്കലും സ്വൈര്യമില്ലാതായപ്പോ എന്റെ അമ്മവനും ഈ നാട് തന്നെ വിട്ടിട്ട് പോയി. അയാളുടെ ഇഷ്ടപ്രകാരം അയാളുടെ വീട്ടിൽ പോയി താമസം തുടങ്ങി. അന്ന് എന്റെ അമ്മയോട് വളരെ മോശമായിട്ട് പെരുമാറിയിട്ടാ അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത്. അത് മിണ്ടാതെ കണ്ടോണ്ടിരുന്ന ശിക്ഷയാ എനിക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അയാളുടെ സന്തോഷം അതാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് കരുതി ഞാൻ അയാളുടെ വീട്ടിൽ പോയി താമസം തുടങ്ങി. എന്നിട്ട് വല്ല പ്രശ്നം ഒതുങ്ങുന്നുണ്ടോ? എന്നാ മാറി നിന്നൽപ്പം സമാധാനത്തിൽ ജീവിക്കാന്ന് വെച്ചിട്ടാ പാലിക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ചോണ്ട് പോയത്. അവിടുന്ന് കൂട്ടിക്കൊണ്ടു വന്നിട്ടാ ഇയാൾ എനിക്കിത് വാങ്ങിച്ചു തന്നത്. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. സാറേ ഞാനും ഇതിനൊക്കെ പകരമായിട്ടേ ഇയാളെ ചെകിട്ടത്തൊന്ന് തരിക വേണ്ടത്. പക്ഷേ ഞാനത് ചെയ്യത്തില്ല. കാരണം ഇയാൾക്ക് വേറെ കിട്ടിക്കോളും. എടോ, രാജീവ് നടന്ന വഴി കൂടെ തന്നെയാ ഇപ്പൊ വിഷ്ണു നടക്കുന്നേ. കുടുംബശ്രീ ഹോട്ടലിൽ കയറുന്നത് വരെ മനസമാധാനത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നതാ താനും. ഒടുവിലിപ്പോ എവിടെ എത്തി? സ്വന്തം അമ്മ അച്ഛനും കൂടപ്പുറപ്പിനെയൊക്കെ ഉപേക്ഷിച്ച് ഈ പേര് വഴിയില് ഇപ്പൊ വാടക വീട്ടിലൊക്കെയാ താമസമെങ്കിലും ശാരദാമ്മയുടെ മകളെയാണ് താൻ കല്യാണം കഴിച്ചിരിക്കുന്നെങ്കിൽ അവള് തന്നെയും ആ വീട്ടിലെത്തിക്കും. തന്റെ സ്വന്തക്കാരെല്ലാം ഉപേക്ഷിച്ച് നിൽക്കുന്ന തന്നെയും ഇതുപോലെ അടിച്ചിറക്കും ഒരു ദിവസം. അപ്പോ നമ്മൾ രണ്ടുപേരും ഒരേ ജംഗ്ഷനിൽ കണ്ടുമുട്ടും. കോളേജ് ലെക്ചർ രാജീവും സത്യഭാമയുടെ മകനും. ഒരു ചെലന്തി വലയാണോ ശാരദാമ്മയുടെ വീട്? അതിങ്ങനെ പുരുഷന്മാരെ ആകർഷിച്ചോണ്ടിരിക്കും. വെട്ട് കഴിഞ്ഞാ പിന്നെ ചോരയും നീരും ജീവനൊക്കെ കവർന്നെടുത്തിട്ട് പെരുവഴിയിലേക്ക് ഒറ്റയേറാ. ആദ്യം ഗോപാലകൃഷ്ണനെ, ഇപ്പൊ എന്നെ, അടുത്തത് പെൺചലന്തികൾക്ക് മാത്രമേ ശാരദാമ്മയുടെ വീട്ടിൽ വാഴാൻ പറ്റൂ. താനും പെട്ടുപോയല്ലോ, ഇനി ഒരു രക്ഷയില്ല. നമുക്കിനി അടുത്തൊരു ജംഗ്ഷനിൽ വെച്ച് കാണാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ ഷാരി, നീ ഇത് അരിഞ്ഞു വെച്ചില്ലേ ഇതുവരെ? ഉഫ്. അമ്മേ, ഞാനിവിടെ വെച്ചിരുന്ന മാക്സിന്റെ ടെക്സ്റ്റ് എവിടെ? ആ അതെടുത്ത് ഞാൻ കറി വെച്ചു. ആ കറിയും കൂടെ ദേ ചോറ്റുപാത്രത്തിലുണ്ട്. ഒരു സാധനം ഒരിടത്ത് വെച്ച കാണില്ല. വെച്ചെടുത്ത് നോക്കടി. ഞങ്ങൾ ആരെങ്കിലും നിന്റെ ബുക്കോ പുസ്തകമോ എടുക്കാനായിട്ട് വന്നോ? ഇനിയിപ്പോ ടെക്സ്റ്റ് ഇല്ലാതെ പോവാ. ടെക്സ്റ്റ് ഇല്ലാതെ ചെല്ലുമ്പോ 500ഉം 1000ഉം ഒക്കെ തവണ ഇമ്പോസിഷൻ. അതിനും മെനക്കെടണം എന്റെ ഈ സമയം. നിനക്ക് നിന്റെ സാധനങ്ങളൊക്കെ അടുക്കി പറക്കി സൂക്ഷിച്ചു വെച്ചൂടെ മോളെ. അടുക്കള പണിയിലോ ഹോട്ടലിലെ ജോലിയിലോ ഒന്നും ഇടപെടാൻ നിന്നെ ആരും നിർബന്ധിക്കുന്നുമില്ല. എന്റെ കൂടെയുള്ള സ്റ്റുഡൻസ് ആരും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞുള്ള പഠിത്തം എന്ന് പറഞ്ഞാ അത് തന്നെ നല്ല പണിയുണ്ട്. പല സ്റ്റുഡൻസും ട്യൂഷനൊക്കെ കഴിഞ്ഞ് 7 മണിക്ക് 8 മണിക്കൊക്കെയാ രാത്രി വീട്ടിൽ ചെന്ന് കയറുന്നത്. അതും കഴിഞ്ഞ പഠിത്തം. കാശ് ചെലവാകുന്നോണ്ട് അതൊന്നും വേണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. എന്നാലും ഒരു മിനിമം സപ്പോർട്ടെങ്കിലും വേണ്ടേ? ഞങ്ങളിപ്പോ എന്ത് വേണമെന്നാ നീ പറയുന്നേ? അമ്മയോട് ഞാനൊന്നും പറയുന്നില്ല. അമ്മയ്ക്കതൊന്നും പറഞ്ഞാലും മനസ്സിലാവില്ല. എന്നാ മനസ്സിലാവുന്ന ചിലരുണ്ട്. അവരാണെങ്കി എല്ലാം കണ്ടിട്ടും കേട്ടിട്ടും
ഒന്നും മനസ്സിലാവാത്ത പോലെ കുത്തിയിരിക്കുക. അമ്മ ഒരു മിനിറ്റ്. ഇവളെന്താ പറയുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല മോളെ. ഇതിലും വലിയ പഠിപ്പൊക്കെ പഠിച്ചതല്ലേ ശാലിനി? അവളെ കൊണ്ട് ഈ വക ശല്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അവക്ക് എല്ലാത്തിനും സമയവും ഉണ്ടായിരുന്നു, പഠിക്കാനും അടുക്കള ജോലിക്കും ഹോട്ടലിൽ സഹായിക്കാനും ഒക്കെ. ഇതാ പറഞ്ഞത് അമ്മയ്ക്കൊന്നും മനസ്സിലാവില്ലെന്ന്. ഇപ്പോഴത്തെ പഠിത്തമാ ഭാവിയിലേക്കുള്ള അടിസ്ഥാനം എന്നാ ടീച്ചേഴ്സ് എല്ലാം പറയുന്നേ. ഒരു 5 മിനിറ്റ് പഠിക്കാൻ കിട്ടിയ അത്രയും നന്നായി. അതിനു പകരം കാലയിൽ 4 ചക്രം പിടിപ്പിച്ച് ഞാൻ ഓടുവാ. ഇതെന്റെ ഡ്രസ്സുകളാ. വൈകിട്ടത്തേക്ക് ഇതൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്ക. അത്രയെങ്കിലും ഒരു സഹായം ചെയ്യും. എടി, അത് അവളെ കൊണ്ട് തന്നെ ചെയ്യിക്കണോ? ഞാൻ ചെയ്തു വെച്ചേക്കാം അതൊക്കെ. അമ്മയൊന്ന് പോയേ. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ജോലി വേണ്ടേ? ഭക്ഷണം കഴിക്കാൻ നേരം മാത്രം വാ തുറന്നോണ്ട് ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കാൻ ഇത് അമ്പലത്തിലെ പ്രതിഷ്ഠയൊന്നും അല്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താണ് ജീവിതത്തിൽ നടക്കുന്നതെന്ന് അറിയുന്നില്ലല്ലോ ഭഗവാനെ. നാൾക്കുനാൾ സച്ചേനായിട്ട് കൂടുതൽ അടുക്കുന്നുണ്ട്. ഈ രൂപം മനസ്സിനകത്തേക്ക് കല്ലിൽ കോരിയിടുന്ന പോലെ ഉറഞ്ഞു പോവുകയാണ്. ഒത്തിരി അടുത്തു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ സച്ചേട്ടനെ വിട്ടു പോവും? എനിക്കത് ആലോചിക്കാനേ പറ്റുന്നില്ലല്ലോ ഭഗവതി. സച്ചേട്ടനെ വിട്ടു പോവാതിരിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു വഴി എനിക്ക് കാണിച്ചു തരണേ എന്റെ ദേവി. സോറി. ഞാന് മാല അതാ. സോറി, ഞാൻ ഉറങ്ങിപ്പോയി, അറിഞ്ഞില്ല. ഇത് എങ്ങനെ? ഞാനും അറിഞ്ഞില്ല. വലിക്കണ്ട, പൊട്ടും. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. ആവു, രക്ഷപ്പെട്ടു. ഇന്നലെ ഞാൻ
അറിയാതെ പറ്റിപ്പോയതാ അല്ലേ? സോറി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് ഇവിടെ വെച്ചിട്ടാണോ ഒന്നും അറിയാത്ത പോലെ നടിക്കുന്നത്? ഇതില് മോതിരം ഇല്ലല്ലോ. നോക്ക്, ഇതിലുണ്ടായിരുന്ന മോതിരം എവിടെ ലച്ചു? അത് ഞാൻ എടുത്തു തരാം. നിങ്ങൾ അതും കൊണ്ട് പോയിക്കോളൂ. ഞാൻ അതും കൊണ്ട് ചേച്ചിയുടെ റൂമിൽ വരാം. നിനക്ക് എന്താ പറ്റിയത്? സത്യം പറ, ഈ ബോക്സിലുണ്ടായിരുന്ന മോതിരം എവിടെ? ഏയ്, എന്റെ മുഖത്തേക്ക് നോക്ക് ലക്ഷ്മി, നോക്കാൻ. കുറച്ചു മുൻപ് നീ ആ മോതിരം എടുത്തിരുന്നു. അല്ലാതെ അതിന്റെ ബോക്സ് ഈ കട്ടിൽ വരില്ല. ബോക്സിൽ മോതിരം ഉണ്ടായിരുന്നില്ലല്ലേ? പറ, നിന്റെ റൂമിൽ നിന്ന് മോതിരം കളവ് പോയോ? മടിക്കാതെ നീ പറ ലക്ഷ്മി, ആരെങ്കിലും മോതിരം എടുത്തോ? എനിക്കത് അത്രയ്ക്ക് വിലപ്പെട്ട മോതിര. ഇത് വാങ്ങാൻ കൊടുത്ത പണത്തിനല്ല ഞാൻ വില കൽപ്പിക്കുന്ന. അത് ഞാൻ ജീവനെ പോലെ സ്നേഹിക്കുന്ന എന്റെ പെണ്ണിന് വേണ്ടി വാങ്ങിയതാ. അതാരെടുത്താലും അവരോട് ഞാൻ ക്ഷമിക്കില്ല. ലച്ചു, മോതിരം കളവ് പോയെങ്കിൽ നീ അത് പറ. എന്നോട് ക്ഷമിക്കണം. മോതിരം എന്റെ കൈവശമുണ്ട്. അത് ഞാൻ കൊണ്ടുവരാം. ദയവായിട്ട് നിങ്ങളിപ്പോ പോ. ഞാനിത് സ്വാതിക്ക് വേണ്ടി വാങ്ങിച്ചെന്ന് അറിഞ്ഞു വെച്ച് നീ എന്തായി കാണിച്ചു തെളിച്ചു? അത് മോതിരം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയാ ഞാൻ വിരലിലിട്ടത്. എന്നോട് ക്ഷമിക്കണം. മറ്റൊരു ഉദ്ദേശം എനിക്കില്ല. സാരമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനൊന്ന് മയങ്ങിപ്പോയി. സഞ്ജു വന്നതൊന്നും അറിഞ്ഞില്ല. ഞാനൊന്ന് എഴുന്നേപ്പിച്ചിരുത്താം.
കുസൃതിച്ചിരി. വൈകി പോയി ഒരു ഗിഫ്റ്റ് നിനക്ക് ഇപ്പൊ ഞാൻ തരാൻ പോവാ. ഗിഫ്റ്റോ? എന്നാ വേഗം താ. നിന്റെ ബർത്ത്ഡേക്ക് നിനക്ക് സമ്മാനിക്കാൻ ഞാൻ വാങ്ങിയതാ. എന്നിട്ടെന്താ സഞ്ജു എനിക്ക് തരാതിരുന്ന്? വൈകിയല്ലേ നിന്റെ ബർത്ത്ഡേ പരിപാടി പ്ലാൻ ചെയ്യുന്ന? രാവിലെ ഗിഫ്റ്റ് വാങ്ങി വരുമ്പോഴല്ലേ നീ ഹോസ്പിറ്റലായി വിവരം അറിയുന്ന? അവിടെ വെച്ച് ഞാനിത് അമ്മൂനെ ഏൽപ്പിച്ചു. അത് അവൾ സൂക്ഷിച്ചു വെച്ചു. Thank you, Sanju. Thank you so much. Love you, Swati. Love you too. ചേച്ചിക്ക് അദ്ദേഹത്തിലുള്ള വിശ്വാസവും പ്രതീക്ഷയ്ക്ക് വർദ്ധിപ്പിക്കും. സഞ്ജുവിനെ തന്റെ വിരലിൽ അണിയിക്കാൻ കഴിയില്ലെന്ന് കരുതിയോ? എന്നെ കൊണ്ട് നിന്റെ വിരലിൽ അണിയിക്കുമെന്ന് നിന്റെ അനിയത്തി എനിക്ക് ഉറപ്പ് തന്നിരുന്നു. എങ്കിൽ അവളിത് ലക്ഷ്മി ദേവിയുടെ വിഗ്രഹത്തിനടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു കാണും. അവളുടെ പ്രാർത്ഥന കൊണ്ട് തന്നെയാ എനിക്ക് നിന്നെ തിരികെ കിട്ടിയത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തോറ്റുപോയതിന്റെ ദേഷ്യത്തില് അകത്ത് കയറി കഥ കടച്ചിരുന്ന് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്ന ജാസ്മിൻ കാരണം. പാർവതിയോട് നിങ്ങൾ ആരും കാണിച്ചിട്ടില്ലാത്ത മനുഷ്യത്വം ഇങ്ങനൊരു ശിക്ഷ ഇരന്ന് വാങ്ങിയ ജാസ്മിനോട് ഞാനെന്തിനാ കാണിക്കുന്നത്? ജാസ്മിൻ, ദൈവം പണി തന്നു തുടങ്ങിയെന്ന് നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ? ഏതായാലും നീ സൂയിസൈഡ് ചെയ്യാൻ പോവല്ലേ? അത് ലൈവായിട്ട് ഞാൻ എന്റെ ചാനലിൽ കാണിച്ചാലേ എന്റെ സബ്സ്ക്രൈബേഴ്സ് ഇനിയും കൂടുകയും ചെയ്യും. എന്താ ഇത്? എനിക്കിനിയും കൂടുതൽ ഇൻകം കിട്ടുകയും ചെയ്യും. ഒന്ന് ചീഞ്ഞ മറ്റൊന്നിന് വളമാണെന്നുള്ള പഴഞ്ചൊല്ല് നീ കേട്ടിട്ടില്ലേ? ഞാൻ എന്റെ ക്യാമറ എടുത്തിട്ട് വരുന്നവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യാവോ? ആന്റി, ആന്റിയുടെ മരുമോളായി പോയി. വേറെ ആരെങ്കിലും ആയിരുന്നു ഈ വൃത്തികേട് പറഞ്ഞിരുന്നെങ്കിൽ ആ നാവ് ഞാൻ പറിച്ചെടുത്ത് പട്ടിക്കിട്ട് കൊടുത്തേനെ. വിനയ്, നീ ഇവിടെ പിടിച്ചോണ്ട് പോയേ? വേണ്ട 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 വേണ്ട, കയ്യാങ്കളിയൊന്നും വേണ്ട. ഞാൻ 2 ഡയലോഗ് അടിക്കാൻ വേണ്ടി തന്നെ ഇങ്ങോട്ട് വന്നത്. അത് കഴിഞ്ഞു. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാൻ പൊയ്ക്കോളാം. അപ്പോ ഹാപ്പി ജേണി ജാസ്മിൻ. മാറങ്ങോട്ട്. ജാസ്മിൻ മോളെ, മോളെ, ഓ ജാസ്മിൻ പ്ലീസ്. ആന്റി, എല്ലാവരെയും ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ടായിരിക്കും ജാസ്മിൻ മുറി കയറിയിരിക്കുന്നത്. ഞാൻ നോക്കിക്കോളാം. ആന്റിയും വിനയും
താഴോട്ട് ചെല്ലു. നോക്കിക്കോണേ മോനെ. ഞാൻ നോക്കിക്കോളാം ആന്റി. വാ. ജാസ്മിൻ ആത്മഹത്യ ചെയ്യാനോ? ഈ നിസ്സാര കാര്യത്തിന് ജാസ്മിൻ ആത്മഹത്യ ചെയ്യാനോ? ജാസ്മിനെ തീയില് കുരുത്തവള, ഏത് പൊരി വെയിലിലും വാടാതെ നിൽക്കും. അല്ലാതെ ആത്മഹത്യ ചെയ്യാനൊന്നുമല്ല. കൊല്ലാനാ ഞാൻ ഈ വീട്ടിൽ വന്നത്. കൊല്ലാൻ. കോടി സാമ്രാജ്യത്തിന് മേൽ സുഖിച്ച് കിടന്നുകൊണ്ട് എതിർക്കുന്നവരെയൊക്കെ കൊല്ലാൻ. വൈകാതെ ഞാനതെല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കും. പക്ഷേ ഇതുപോലൊരു സീൻ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ എന്നോട് ആർക്കും ഒരു സിമ്പതിയും തോന്നില്ല. സിമ്പതി കിട്ടിയാലേ എനിക്ക് ജയിക്കാൻ കഴിയൂ. അതിനുവേണ്ടി ഞാൻ എന്ത് നാടകവും കളിക്കും. എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, 100 കോടി. വിശാലിന്റെ മുന്നിൽ കഴുത്ത് നീട്ടിക്കൊടുക്കുമ്പോ എനിക്ക് കിട്ടാൻ പോകുന്ന 100 കോടി. അതെന്റെ കൈപ്പിടിയിലാകുന്നത് വരെ ഞാൻ ഈ നാടകം തുടർന്നുകൊണ്ടേയിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്ന നിപ്പിൽ നീ പ്ലേറ്റ് മാറ്റിയപ്പോ പാർവതി ബപ്പപ്പ അടിച്ചു. നീ ഈ ഏട്ടനെ വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ടും വിശാല നമ്മളെ തോൽപ്പിച്ചു കളഞ്ഞില്ലേ? വിശാല നമ്മളെ തോൽപ്പിച്ചെന്നോ? എങ്ങനെ? മരിച്ചുപോയ അമ്മ കല്യാണപ്പന്തലിൽ വന്നത്രേ. വിശാൽ അവരെ കണ്ടു അത്രേ. അതൊക്കെ സത്യമാണെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാ മരിച്ചു പോയവരെ കാണാൻ കഴിയോ ഏട്ടാ? വിചിത്രമായ പല കാര്യങ്ങളും ഇവിടെ നടക്കാറില്ലേ? അതൊക്കെ പാർവതിയുടെ അഭിനയമാണെങ്കിൽ വിശാല് കാണിച്ചതും അഭിനയം. പാർവതി പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ വിശാല് പറഞ്ഞതും സത്യം. അതിന്റെ ഉള്ളുകളികൾ അവർക്കും ദൈവത്തിനും മാത്രം അറിയാം. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. വിശാലിന്റെ അടുത്ത് നീ ഇപ്പൊ ഉണ്ടാവണം. വേഗം നീ ഹോസ്പിറ്റലിലേക്ക് ചെല്ല്. പാർവതി അങ്ങോട്ട് പോയിട്ടുണ്ട്. അവളെ വിശാലിന്റെ അടുത്ത് നിൽക്കാൻ നീ സമ്മതിക്കരുത്. ഒരു ഭാര്യയെ പോലെ നീ അവനെ നോക്കണം. അവന്റെ മനസ്സിൽ നിന്നോട് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ഇതുപോലൊരു അവസരം വേറെ കിട്ടില്ല. വേഗം ചെല്ലങ്ങോട്ട്. അമ്മ എന്താ ആലോചിക്കുന്നത്? ജാസ്മിൻ ആത്മഹത്യയൊന്നാണോ? ജാസ്മിൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. കാരണം ലഭിക്കാൻ പോകുന്ന സമ്പത്തിന്റെ വലിപ്പം അവൾക്ക് വ്യക്തമായിട്ടറിയാം. ഞാൻ ആലോചിക്കുന്നത് അതൊന്നുമല്ല. വിശാൽ ഗായത്രിയെ കണ്ടു എന്നല്ലേ പറഞ്ഞത്? അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്നറിയണം. ഇതൊരു ഒത്തുകളിയാവാനാണ് സാധ്യത. പാർവതി ആത്മാക്കളെ കാണുന്നു എന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്നത് പോലെ വിശാലിനെ കൊണ്ടും അവൾ അങ്ങനെ പറയിപ്പിച്ചതാണെങ്കിലോ? അതിന്റെ നെല്ലും പതിരും വേർതിരിച്ചേ പറ്റൂ. എന്തിനും ആദ്യം ഹോസ്പിറ്റലിലെത്തണം. ഇല്ലെങ്കിൽ പാർവതിയുടെ വിളയാട്ടം അവിടെയും ഉണ്ടാവും. അത് അനുവദിച്ചു കൊടുത്തുകൂടാ. ആ,
ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോവാ. നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ആ ജാസ്മിന്റെയും ജതിന്റെയും നീക്കങ്ങള് മനസ്സിലാക്കണം. ശരി അമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ മോളെ? ഞാനും ശ്രദ്ധിച്ചു. എന്തോ ഒരു പുച്ഛം പോലെ. എന്താ മോളെ, കുടുംബകാര്യങ്ങളില് നമ്മൾ സ്ത്രീകൾ കുറച്ച് ബോൾഡ് ആവണം. എന്നുവെച്ച് ഭർത്താവിനെ ഭരിക്കണമെന്നൊന്നുമല്ല കേട്ടോ. നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. മോൾ അമ്മയെ കണ്ടില്ലേ? ഐശ്വര്യയെ കണ്ടില്ലേ? അന്ന് ആശുപത്രിയില് ഞാൻ അഡ്മിറ്റ് ആയപ്പോ അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടില്ലേ? അശ്വതി. ആ അശ്വതിയെ എനിക്ക് ബ്ലഡ് തന്നത്. എനിക്കും അവൾക്കും ഒരേ ബ്ലഡ് ഗ്രൂപ്പാ, O നെഗറ്റീവ്. അവക്കൊരു മോളുണ്ട്, നമ്മുടെ അനുക്കുട്ടിയെ പോലൊരു മോള്, ശ്രീകുട്ടി. ഞാൻ അശ്വതിയോട് സംസാരിച്ചു മോളെ. ആ കുട്ടിക്ക് ഭർത്താവില്ല. എന്നുവെച്ചാ മരിച്ചുപോയിട്ടൊന്നുമില്ല. ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ അവര് തമ്മിൽ അകന്നാ താമസിക്കുന്നേ. എവിടെയോ എന്തൊക്കെയോ ചില സൂചനകൾ. ആ മോളോട് അശ്വതിയേക്കാൾ എന്തോ വലിയൊരു അടുപ്പം തോന്നി. ഞാനത് അശ്വതിയോട് പറയുകയും ചെയ്തു. എനിക്ക് വല്ലാത്ത വാത്സല്യം തോന്നി ആ മോളോട്. എനിക്ക് രക്തം തന്നോണ്ടല്ലോ കേട്ടോ, എന്തോ ഒരിഷ്ടം. അശ്വതി പക്ഷെ എന്തോ എന്നോടത്ര അടുത്തില്ല. തുറന്നൊന്നും സംസാരിച്ചുമില്ല. ചോദിക്കുന്നതിന് വ്യക്തമായിട്ടൊരു ഉത്തരവും തന്നില്ല. പക്ഷേ എനിക്ക് വലിയ സ്നേഹം തോന്നി. എന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ മോതിരയില്ലേ, അത് ഞാൻ ആ മോക്ക് കൊടുക്കുകയും ചെയ്തു. എന്നാ പിന്നെ അമ്മയ്ക്ക് വിളക്കൊഴിഞ്ഞ് വീട്ടിലേക്ക് കയറ്റാമായിരുന്നില്ലേ? മോളെ, രക്തം തന്നു വെച്ചിട്ട് കാണുന്നവർക്ക് ആ മോതിരം അങ്ങ് ദാനം ചെയ്യൂ. എന്നാ പിന്നെ വീടും കമ്പനിയും കൂടെ എഴുതി കൊടുത്തൂടെ? എന്താ അമൃത ഇത്? അല്ല അമ്മ, ഞാൻ എന്തൊക്കെയോ ആലോചിച്ചിട്ട്. അതെ, സോറി അമ്മേ, സോറി. ഞാനങ്ങ് പേടിച്ചുപോയി. എന്താ മോള് ഈ വിധത്തിൽ പെട്ടെന്ന് സംസാരിക്കുന്നെന്ന് കരുതി. ഇവരുടെ കളത്തിൽ ഞാൻ കണ്ടുപിടിക്കും. അമൃതയടുത്തേക്ക് അമ്മയോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാ മറ്റൊരു പെണ്ണിന് മോതിരം കൊടുത്തെന്ന് പറഞ്ഞപ്പോ പ്രയാസമായത്. ആണോ മോളെ? അമ്മേ, മോള് കൊച്ചുങ്ങളെ പോലെയാണല്ലോ. മോള് വിഷമിക്കണ്ട. ഞാൻ അങ്ങനെ ഇനി ആർക്കും കൊടുക്കില്ല. എന്തായാലും ആദ്യമായിട്ടുള്ള വിഷമങ്ങളൊക്കെ നിങ്ങൾ സംസാരിച്ചു തീർക്കണം. മോക്ക് വിശക്കുമ്പോ എടുത്ത് കഴിച്ചോണം. ശരി അമ്മേ. ഇവളിൽ എന്ത് രഹസ്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ എടുത്തിട്ട് ജഗനെ അറിയിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ ഐശ്വര്യ, നിങ്ങൾ 3 പേരും ഈ കുടുംബത്തിലെ അടുത്തൂണുകളാണ്. ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഈ കുടുംബത്തിനെ ഒറ്റ മനസ്സോടെ കൊണ്ടുപോകേണ്ടത് നിങ്ങളാണ്. എനിക്കാരോടും പക്ഷപാതമൊന്നുമില്ല, കേട്ടല്ലോ. അയാളുടെ ഒരു ഉപദേശം അറിയാച്ച. അടുത്ത ഘട്ടത്തിലാണ് കൂടുതൽ പോയിന്റ്സ് വരുന്നത്. ജനറൽ നോളജ്, ഇംഗ്ലീഷ് തുടങ്ങി വ്യക്തിത്വവും ബുദ്ധിയും അളക്കുന്ന റൗണ്ട്.
ഈ വരുന്ന 15-ാം തീയതി രാവിലെ 10 മണിക്കാണ് ആ മത്സരം നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി തയ്യാറാകുക, നന്നായി പഠിക്കുക. കമ്പനി വൈസ് ചെയർപേഴ്സന്റെ അറിവുകൾ അപാരമായിരിക്കണം. അത് മനസ്സിൽ വെക്കുക. അവളെ കൂടെ വാ. നിക്കണേ അവിടെ. എടി നിക്കാൻ. എന്റെ അടുത്ത് നിനക്ക് ജനറൽ നോളജ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എടുത്തി പറഞ്ഞതാ. ലോക വിവരം, ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ബോധം. അതിന്റെ മേല അടുത്ത പരീക്ഷ. ഉള്ളിയും മുളകൊക്കെ അരച്ചു കൂട്ടി നീ എന്തോ കറിക്കൂട്ടുണ്ടാക്കിയല്ലോ ഇവിടെ ഇപ്പോ. കൊള്ളാം. നീ ഈ മത്സരത്തിൽ ജയിക്കുമെന്ന് നീ വേറെ മണ്ടത്തരം പറഞ്ഞു, ഞാൻ ചിരിക്കാം. പക്ഷേ ഇതുപോലുള്ള ഭ്രാന്ത് പറയല്ലേ. ആരെങ്കിലും കേട്ടാലേ പിടിച്ച് ചങ്ങലക്കിടും. വൈസ് ചെയർപേഴ്സൺ ആവാൻ പോകുന്ന ഒരാളെ നിന്റെ കൃഷ്ണൻ വന്ന് നിനക്ക് വേണ്ടി പരീക്ഷ എഴുതൂ. അല്ല എടുത്തി, കൃഷ്ണന് വേണ്ടി ഞാൻ പരീക്ഷ എഴുതും. എന്റെ ജയം ഇപ്പോ എന്റെ കൃഷ്ണൻ ആഗ്രഹിക്കുക. കൃഷ്ണൻ നിങ്ങളെ സഹായിക്കൂ. നിക്കടി. വൈസ് ചെയർപേഴ്സൺ ഞാൻ തന്നെയാ. നീ ഒന്നും കൂട്ടിയാ കൂടില്ല, അതങ്ങ് വിട്ടേക്ക്. തോറ്റ് തൊപ്പിയിടുന്നതിലും നല്ലതാ അന്തസ്സോടെ പിന്മാറുന്നത്. ഐശ്വര്യത്തി, ഈ മത്സരത്തിന്റെ തുടക്കത്തിൽ ഞാൻ പിന്മാറാൻ തന്നെ നിന്നതാ. പക്ഷേ എന്റെ ഏട്ടനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചു. അന്ന് ഞാൻ തീരുമാനിച്ചു, ഞാനിതിൽ മത്സരിക്കുമെന്ന് മാത്രമല്ല, ഞാൻ ജയിക്കും. ഐശ്വര്യത്തി, നമ്മുടെ കമ്പനിയുടെ അടുത്ത ചെയർപേഴ്സൺ അത് ഞാൻ തന്നെയായിരിക്കും. ഈ മരമണ്ടി എന്തെഴുതാനാ? നമ്മുടെ കമ്പനിയുടെ അടുത്ത ചെയർപേഴ്സൺ ഞാൻ തന്നെയായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനൊരു വമ്പൻ വ്യവസായിയാണെന്ന് സുധാമണിയും പിള്ളേരും അറിഞ്ഞാൽ അവർ അവസാനം അവകാശം ചോദിച്ചേക്കും. ഡൈവോഴ്സും ഞാൻ മക്കളിലൂടെയാണ് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഏതായാലും നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും എന്റെ അഡ്വാൻസ് ആശംസകൾ. താങ്ക് യു. സുധാമണി, നീ വന്നു അല്ലേ? ഞാൻ കരുതി നീ എന്നെ തിരിഞ്ഞു നോക്കില്ല എന്ന്. എന്തായാലും നിനക്ക് വിശ്വാസമായല്ലോ അല്ലേ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന്? എനിക്കത് മതി. സത്യമാണെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ എന്നെ ഇടിച്ചു കൊല്ലാൻ ആളെ അയക്കുമായിരുന്നില്ലേ?
എന്താ സുധാമണി? നിങ്ങളൊരു കുഴപ്പക്കാരനാണെന്ന് ഇടയ്ക്ക് തന്നെ ഞാൻ മനസ്സിലാക്കിയതാ. പക്ഷേ ഇങ്ങനൊരു പരമ ദുഷ്ടനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ചതിയോ സുധാമണി? കൊല്ലും ഞാൻ. എന്നിട്ട് ഞാൻ ആ ചോര കുടിക്കും. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ സുധാമണി? നീ എന്തൊക്കെയാ ഈ പറയുന്നേ? നിങ്ങളുടെ ചോരയല്ലേ സാഗർ? നിങ്ങളുടെ മകൻ അച്ഛാന്ന് വിളിച്ച് നിങ്ങളുടെ പുറകെ നടന്ന അവനെ നിങ്ങൾ ചതിച്ചില്ലേ ദുഷ്ട? സുധാമണി, എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. തന്റെ ഒരു ക്ഷമ എല്ലാം കേട്ടു ഞാൻ. ഡോക്ടർക്ക് കൊടുത്ത കൈക്കൂലിയുടെ വലിപ്പം ഞാൻ കണ്ടു. താൻ രക്ഷപ്പെടൂല, ഒരു കാലത്തും രക്ഷപ്പെടൂല. കോടികളുടെ നടുവിലിരുന്നിട്ടാ താൻ ഈ പാവ കോളനിയിൽ താമസിക്കുന്ന എന്നോടും മക്കളോടും ഈ ചതി കാണിച്ചത്. ഇവിടെ തനിക്ക് വിവാഹമോചനം വേണമായിരുന്നെങ്കിൽ അത് പറഞ്ഞാ മതിയായിരുന്നല്ലോ. എന്തിനാ ഈ നാടകം കളിച്ചത്? താൻ മനുഷ്യനാണോ അത് മൃഗോ? എന്നോട് ചെയ്തത് ഞാൻ സഹിക്കും, പക്ഷേ എന്റെ മക്കളോട് ചെയ്തത് ഞാൻ ഒരിക്കലും പൊറുക്കൂല. നീയെല്ലാം കേട്ടല്ലേ? ഞാൻ കേട്ടതല്ല, ദൈവമായിട്ട് എനിക്കെല്ലാം കേൾപ്പിച്ചു തന്നതാ. താലി കെട്ടിയതിന്റെ അടുത്ത ദിവസം മുതൽ താൻ എന്നെ കണ്ണീര് കുടിപ്പിച്ചു തുടങ്ങിയതാ. ജയിലിൽ കിടന്ന ശേഷം കാണാതായപ്പോ എങ്ങോട്ടോ പോയി തൊലഞ്ഞെന്ന് ഞാൻ ആശ്വസിച്ചു. ബാലുവിന്റെ കല്യാണത്തിന് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. എല്ലാം കലങ്ങി തെളിഞ്ഞെന്നും ദൈവം എന്റെ കൂടെ നിന്നെന്നും ഞാൻ ആശ്വസിച്ചു. ആ ദൈവത്തെ കൂടി താൻ പറ്റിച്ചു കളഞ്ഞല്ലോ ദുഷ്ട. ചുണയുണ്ടെങ്കിൽ നീ അടുത്ത് വാ, കൊല്ലും ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതെന്തത് എല്ലാവരും വരിവരിയായിട്ട് കഥന നടത്തിയ പോലെ? അതെ, ഇനി എനിക്കിത് കണ്ടോണ്ട് നിൽക്കാൻ പറ്റൂല. നിങ്ങൾ രണ്ടുപേരുടെ മുന്നോട്ടുള്ള പ്ലാൻ എന്താന്ന് പറഞ്ഞിട്ട് പോയാ മതി. പ്ലാനെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പദ്ധതി എന്താന്ന് പറഞ്ഞെടുത്തോ? ഓക്കെ, അപ്പൊ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുക്കാൻ പോകുന്നു. അവിടുത്തെ ഒരു സ്ഥിതിവിശേഷം അനുസരിച്ചിട്ട് വേണം ബീച്ചിൽ പോണോ അത് നമ്മൾ ആശുപത്രി പോണോ എന്നുള്ളത് തീരുമാനിക്കാം. ബീച്ചിൽ പോകുന്നത് കുഴപ്പമില്ല, അതൊരു സമാധാനമുള്ള അന്തരീക്ഷ. പക്ഷെ പ്രതിഷേധ പ്രകടനത്തിന് സാറാമ്മ ഈ അവസ്ഥയിൽ പോകാൻ പറ്റൂല. അവിടെ വഴക്കും ബഹളവും അടിയൊക്കെ ഉണ്ടാവും. അങ്ങോട്ട് പോകുന്നത് ശരിയാവൂല. ഏതവസ്ഥയില്? അല്ല നാത്തൂനെ, ഈ നാത്തൂനെ കൊണ്ട് വലിയ മേടാണല്ലോ. ചേട്ടാ, ഞങ്ങൾ എങ്ങോട്ടേലും ഒന്ന് പോകട്ടെന്നേ. അതിന് നാത്തൂന് എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. കുഞ്ഞ് നിന്റെ മാത്രമല്ല, പങ്കിടേം കൂടെയാ. അതിന് ഒരു കുഴപ്പം വരാണ്ട് നോക്കേണ്ടതേ ഞങ്ങളുടെയും കൂടെ ആവശ്യ. ഏത് കുഞ്ഞ്? ഇവളുടെ വയറ്റിൽ വളരുന്ന നിന്റെ കുഞ്ഞിന്റെ കാര്യ പറയുന്നത്. അതെപ്പോ? എന്ത് കുഞ്ഞ്? അതെ, നിങ്ങൾ എന്തൊക്കെയാ അസംബന്ധം വിളിച്ചു പറയുന്നേ? അതെങ്ങനെ അസംബന്ധാവും? ഇപ്പൊ പങ്കിയമ്മാവന്റെ കുഞ്ഞ് അമ്മായിയുടെ വയറ്റിൽ കിടക്കുമ്പോ ഒരിക്കലും അസംബന്ധമല്ല. നേരെ മറിച്ച് പങ്കിയമ്മാവന്റെ കുഞ്ഞ് വേറൊരു പെണ്ണിന്റെ വയറ്റിലെ കിടക്കണമെങ്കിൽ അത് അസംബന്ധമാണ്, ശുദ്ധ പോക്കൃത്തരമാണ്. മുട്ടുകാലി ഞാൻ കയറ്റും. അതെ, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കാം, നിങ്ങൾ ഈ കുടുംബത്തോടെ തലയ്ക്ക് വല്ല കുഴപ്പമുള്ളവരാണോ? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. ഞാൻ ചൊപ്പുളി ചോദിച്ചപ്പോ എല്ലാം മാറി. കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കാട്ടോ നിങ്ങളുടെയൊക്കെ മാറ്റം. ഷാഹിന, ഇവിടെ ശരിക്കും എന്താ പ്രശ്നം? അമ്മായി, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവാൻ പോകുന്ന അറിയുമ്പോ ഞങ്ങൾക്കൊക്കെ സന്തോഷമുള്ള കാര്യല്ലേ? അല്ല കുട്ടേ, സാറാമയ്ക്ക് ഇപ്പൊ ഗർഭമുണ്ടെന്ന് ആരാ പറഞ്ഞിവിടെ? പറഞ്ഞത് ആരായിക്കട്ടെ, പക്ഷെ സംഗതി സത്യല്ലേ? അത് പറ്റില്ല, എനിക്ക് അറിയണം. ആരാണ് ഈ കാര്യം പറഞ്ഞുണ്ടാക്കിയെന്ന്? അത് ലക്ഷണവും സാഹചര്യവും സന്ദർഭവും ഒക്കെ വെച്ച് ഈ നിൽക്കുന്ന ഉത്തമേണ്ട പറഞ്ഞ അമ്മായി ഗർഭിണിയാന്ന്. അല്ല, ചെറിയൊരു വാട്ടം ഉണ്ടായിരുന്നു. വാട്ടം നോക്കിയിട്ട് ഗർഭമുണ്ടെന്ന് പറയാൻ നീ ആരാ? സൈക്കോളജിസ്റ്റ്? സൈക്കോളജിസ്റ്റ് അല്ല, ഗൈനക്കോളജിസ്റ്റ്. ആരെങ്കിലും ആവട്ടെ, പറയണത് ശരിയല്ലല്ലോ. അപ്പൊ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് എന്തുകൊണ്ട് ആ വിവരം നിങ്ങൾ തറവാട്ടി പറഞ്ഞില്ല? ബന്ധുവായി പോയില്ലെങ്കിൽ ഞാൻ ഒരു കീറ് വെച്ചിരും കേട്ടോ. നിങ്ങൾ എല്ലാവരും അറിയാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് ഗർഭവും ഇതൊരു മണ്ണാങ്കട്ടയില്ല. നേരാണോടാ പങ്കി? അതെ ചേച്ചി, എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു MLA എങ്കിലും ആവാതെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഒരു ചിന്ത എനിക്കില്ല. അതെ, പ്രസവിച്ച് കുഞ്ഞുങ്ങളെ നോക്കി വീടിനകത്ത് ഇരിക്കാനല്ല ഞാൻ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിയത്. MLA ആയിട്ട് കുഞ്ഞുങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എന്ന് പങ്കു പറഞ്ഞതുപോലെ മിനിമം ഒരു MP എങ്കിലും ആകാതെ ഞാനും കുഞ്ഞുങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ ജന്മത്തെ കുഞ്ഞുങ്ങളുണ്ടാവൂല. ഇത് MLA ആവാനാണ്, ഇത് MP ആവാനാണ്. എടാ, ഈ കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് പറയുന്ന ഇവളെ എന്തിനാടാ നീ കല്യാണം കഴിച്ചത്? ഇതിലും ഭേദം നിനക്ക് വല്ല ഹിമാലയത്തിലും പോയി തപസ്സിരിക്കായിരുന്നില്ലേ? ചേച്ചി, എന്റെ പൊന്നു പങ്കു, ഇതിനൊക്കെ സമാധാനം പറയാൻ നിന്ന് ഇന്ന് ഇവിടെ നിന്ന് പോകത്തേ ഉള്ളൂ. അപ്പൊ നമുക്ക് പ്രകടനത്തിന് പോവാം. ഇങ്ങോട്ട് വാ.
മുത്തേട്ടാ, മുത്തമ്മേനല്ലേ പറഞ്ഞ അമ്മായി ഗർഭിണിയാന്ന്? നിങ്ങൾക്ക് എന്റെ സ്വഭാവം അറിയില്ലേ? ഞാനൊരു വാപോയ കോടാലിയാ. എന്റെ സംശയം തീർക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞു. അപ്പൊ നിങ്ങൾ പെണ്ണുങ്ങൾ എന്താ ചെയ്യേണ്ടത്? അത് കറക്റ്റായിട്ട് അന്വേഷിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇത് വെറുതെ ഇപ്പൊ എന്നെ പണ്ടെന്താ കാര്യം ഇരിക്കണത്? പെണ്ണോട് തന്നോണ്ടല്ലോ. ഭരതകം ബാഗ് പാക്ക് ചെയ്യട്ടെ മാമ. പാക്ക് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഇനി നിന്ന് പുഴുക്കും. അപ്പൊ ശരി എന്നാ, പോ, 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 പോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.